ഗവർണർ കേരളത്തിൽ തങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ശുപാർശ നൽകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ഇന്റലിജൻസ് എന്ന് മനസ്സിലാക്കുന്നു. രാജ്ഭവനിലും ഗവർണർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും വിന്യസിക്കാൻ ആവശ്യമായ പോലീസ് സേന കേരളത്തിലില്ലെന്നായിരിക്കും സംസ്ഥാന സർക്കാർ അറിയിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഗവർണറുടെ സംരക്ഷണത്തിന് കേന്ദ്രസേന ഇറങ്ങുമോ എന്ന സംശയം കേരള പോലീസിന് ഇല്ലാതില്ല. ഡൽഹിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് CPM തീരുമാനം. അതേസമയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPMനെ പിണക്കാൻ BJP തയ്യാറല്ല. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിലെ വയനാട്ടിലാണ്. രാഹുലിനെതിരെ മത്സരിക്കുന്നത് CPM ആണ്. രാഹുൽ വയനാട്ടിൽ തോറ്റാൽ അതിന്റെ നേട്ടമെല്ലാം കൈവരിക BJPക്കായിരിക്കും. അതിനാൽ തൽക്കാലം പിണറായിയെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും കേന്ദ്രം ശ്രമിക്കുക. പിണറായിക്ക് BJPയേക്കാൾ കോൺഗ്രസിനോടാണെന്ന് കേന്ദ്രത്തിന് അറിയാം. നവകേരള ജനസദസ്സിനെതിരെ നടക്കുന്ന കോൺഗ്രസിന്റെ സമരങ്ങളിൽ പിണറായി അസ്വസ്ഥനാണെന്ന് BJPക്ക് അറിയാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെടേണ്ട സാഹചര്യമാണെന്നും ഇക്കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കാനാണ് കേരളം ഒരുങ്ങുന്നത്. ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഗവർണറുടെ പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണം. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലില്ലാത്തതാണ്. തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നിയമപരിപാലനത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ളത്. അദ്ദേഹം വ്യക്തിപരമായി ഇടപെടേണ്ട കാര്യം വരുന്നില്ല. എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തി. അത് ശരിയായ രീതിയാണോ? വ്യക്തിപരമായി ആക്ഷേപിക്കുക മാത്രമല്ല, ഒരു നാടിന് തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം സമീപനങ്ങൾ തിരുത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. അങ്ങേയറ്റം പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാരിന് ഉന്നയിക്കേണ്ടി വരും. ഭരണഘടനാ സംവിധാനത്തെ തകർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ അപമാനിക്കാനുള്ള ബാനറുകൾ വന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിലാണെന്നുമുള്ള ഗവർണറുടെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? അദ്ദേഹത്തിന് വേറെ എന്താ ഉദ്ദേശങ്ങളുണ്ട്? ആ ഉദ്ദേശം വെച്ച് നാട്ടിലാകെ വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നുവെന്ന് പ്രതീതി ഉണ്ടാക്കുക. ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെ മുൻകൈ എടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. സംഘപരിവാറിന്റെ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കാൻ പറ്റുന്നില്ല. അത് നടപ്പാക്കാൻ ഗവർണർ ഇടപെടുന്നു. സെനറ്റിന്റെ അധികാരം കൈക്കലാക്കാൻ നോക്കുന്നത് അതിന്റെ ഭാഗമാണ്. കാവ്യവൽക്കരിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധം ഉടലെടുത്തു. ആ പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും യോജിച്ച മനസ്സോടെ ചില പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. കേരളത്തിൽ ഗവർണർക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഗവർണറുടെ സുരക്ഷ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഥമ പരിഗണനയിലുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് ഗവർണർക്ക് റോഡിലിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തും ചെയ്യും എന്ന ചോദ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉയർത്തുന്നുണ്ട്. ഗവർണർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിൽ പോലീസ് സുരക്ഷയില്ലാതെ ഇറങ്ങി നടന്നത് കേന്ദ്ര ഏജൻസികളെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിഷേധത്തിനെത്തിയ SFI പ്രവർത്തകരെ നേരിടാൻ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അമ്പരിപ്പിച്ചു. ഗവർണർ ഉന്നതമായ ഭരണഘടനാ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാ ഉത്തരവാദിത്തമായി മാറും. ഇക്കാര്യം സംസ്ഥാന ഇന്റലിജൻസ് കേന്ദ്ര ഇന്റലിജൻസിനെ അറിയിച്ചു കഴിഞ്ഞു. ഗവർണർ ഒറ്റയ്ക്ക് ഇറങ്ങാൻ അനുവദിക്കരുതെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന് ലഭിച്ച നിർദ്ദേശം. എന്നാൽ ഗവർണർ ഇത് അനുസരിക്കില്ല.